ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് മെമ്മറി വയറായിട്ട്, ഇതിൻ്റെ പേര് മെമ്മറി വയറാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ ഒരുപാട് സ്പ്രിങ് ആയിട്ടാണ് ഇങ്ങനെ കേളായിട്ട് വരും. അത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തത്. അപ്പോൾ ഞാനൊരു ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ വൈറലായിട്ട് കുറേ ഓർണമെൻറ്റ്സ്, ഇങ്ങനെ ബാംഗിൾസ്, നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിയിടുന്ന ബാംഗിൾ വരുമായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കാൻ. ഈ വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എത്ര നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാലും ഒരു പരിധി വരെയൊക്കെ തിരിച്ചിങ്ങനെ വരും. കൂടുതൽ നമ്മളിങ്ങനെ കുറേ അങ്ങ് ഒടിച്ച് മടക്കുവാണെങ്കിൽ ചിലപ്പോൾ വരില്ലായിരിക്കും. പക്ഷെ അത്യാവശ്യം നമ്മളൊരു സോഫ്റ്റ് ഹാൻഡിലിംഗ് ഒക്കെ ഇങ്ങനെ അത് സ്ട്രെച്ച് ആവാതൊക്കെ ഇരിക്കും ഇങ്ങനെ കുറച്ചൊക്കെ. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ലൂപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ടൂളാണ് വേണ്ടത്. ഈ ടൂൾ ഇതിങ്ങനെ മേളിലോട്ട് ഇതാക്കി മറ്റ് വയറിനെക്കാട്ടി ഇത് കുറച്ചും കൂടെ ഹാർഡാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വയറിനെക്കാട്ടും ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയപ്പോൾ ഇത് കുറച്ചും കൂടെ, അതുകൊണ്ടായിരിക്കും ഇത് ഈ സ്പ്രിങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കുറച്ച് കൂടെ ഫ്ലെക്സിബിൾ അല്ല, ഹാർഡാണ്. പക്ഷെ ഇതിൽ വർക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇത് കുറച്ച് കേൾ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇത് നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോയിൽ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ലൂപ്പ് ഇടണം. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ ആക്ച്വലി അങ്ങനെ നമ്മുടെ ഇത് ഫിനിഷായിരിക്കുകയാണ്. ഇത് നമ്മൾക്ക് ഇങ്ങനെ കയ്യിൽ ഇട്ട് നോക്കാം.
എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സ് നമ്മുടെ ഒരു ഹാഫ് ഷെയ്ഡ് വരുന്ന ക്രിസ്റ്റൽ ബീഡ്സാണ്. ലൈറ്റ് ബ്രൗൺ പോലെ, ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് റെഡ് ചേർന്ന ഒരു കളറും പ്ലസ് വൈറ്റും ബ്രൗൺ, അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ബീഡ്സ്. പിന്നെ ഇതൊരു ക്രിസ്റ്റൽ വൈറ്റ് ബീഡ്സ്. ഇത് ക്രാക്ക് ബീഡ്സ് ആണ് കേട്ടോ. ഇത് ക്രിസ്റ്റൽ വൈറ്റ്, ഇത് ക്രാക്ക് ബീഡ്സ് ക്രിസ്റ്റൽ, ഇതും ക്രാക്ക് ബീഡ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾക്കിതിന് ലാസ്റ്റ് ഒരു ഫിനിഷിങ് ടച്ചായിട്ട് ഇതിലൊരു കുറച്ചൊരു ചങ്ക്സ് ഉണ്ടാക്കി തൂക്കാം. അപ്പം അത് നല്ല രസമായിരിക്കും. ജസ്റ്റ് ഒരു ഹാങ്ങിങ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ബീഡ്സും ഒരു ക്രിസ്റ്റൽ ബീഡ്സും ഒരു സ്മോൾ ക്രിസ്റ്റൽ ബീഡ്സും. ഇതാണോ നമുക്ക് എളുപ്പത്തിൽ ഇത് വെച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഐപ്പിനാണ്. ഈ ഐപ്പിനൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ബെൻഡ് ചെയ്ത് വരും. ഈ മെമ്മറി വയറിൻ്റെ അത്രയും നമുക്ക് ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ വളഞ്ഞു വരുന്നതാണ്. പെട്ടെന്നത് മേക്കിങ്ങും എളുപ്പമാണ്. മെമ്മറി വയർ കട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. മെമ്മറി വയർ കട്ടർ കിട്ടും വേറെ സെപ്പറേറ്റ്. എൻ്റെ കയ്യിലുള്ളത് സാധാരണ കട്ടറാണ്. മെമ്മറി വയർ കട്ടർ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് കട്ടായി കിട്ടും. ഇതിപ്പോൾ സാധാ വയേഴ്സ് യൂസ് ചെയ്യുന്ന കട്ടറാണിത്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുറിക്കാം. അതായിട്ടുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒരു ഹാങ്ങിങ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ ഒരു ഹാങ്ങിങ് ചേർക്കാം. ഞാനിപ്പോൾ ഒരിടത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ രസമായിരിക്കും കാണാൻ.